ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കൊച്ചു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് എൻ്റെ ഉച്ചവരെയുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിവിടെ പൈപ്പ് വെള്ളമുണ്ട് കേട്ടോ, എന്നും ദിവസവും പൈപ്പ് വെള്ളമുണ്ട്. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നമ്മൾ ഓസിട്ട് പൈപ്പിൽ നിന്ന് എടുക്കും കേട്ടോ. പിന്നെ നമ്മളിവിടെ 1000-ൻ്റെ ഒരു ടാങ്ക് നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കൊച്ചു ടാങ്ക് കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം പിടിച്ചും വെച്ചേക്കും കേട്ടോ. കാരണം വെള്ളം പൈപ്പ് പൊട്ടിക്കിടക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും വെള്ളം വരാതിരിക്കുവാണെങ്കിൽ നമ്മളത് ഉപയോഗിക്കും. പിന്നെ ഇവിടെ ആണെങ്കിൽ എന്നും വെള്ളമുണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഇതുപോണക്ക് പൈപ്പൊക്കെ പൊട്ടിക്കിടക്കുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ വെള്ളമില്ലാത്ത കേട്ടോ. അപ്പം നമ്മുടെ അടുക്കള വാതിലാണ് ഇവിടെ കേട്ടോ. ഇവിടെ ഫ്രണ്ടിൽ രാവിലെ എഴുന്നേറ്റൊക്കെ ഇവിടെ വരുവാണെങ്കിൽ അടുക്കളയുടെ ഭാഗമാണ്. അപ്പം രാവിലെ കതക് തുറന്ന് എഴുന്നേറ്റ് വരുമ്പം തന്നെ അടിപൊളി രസമാണ് കേട്ടോ കാണാൻ. കാരണം പല വെറൈറ്റി കിളികളുമൊക്കെ. ഇപ്പോൾ ഇത് കണ്ടോ, ഞാനിവിടെ ഇങ്ങനെ എപ്പോഴും വെള്ളം പിടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കും കേട്ടോ. തിരുന്നതിൻ്റെ അനുസരിച്ച് നമ്മൾ പിടിച്ച് വെച്ചിരിക്കും കേട്ടോ, അഥവാ ഒന്ന് വന്നില്ലെങ്കിൽ എന്നുകൊണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കാം, പിന്നെ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തിയും കറി വെച്ച് തക്കാളിപ്പഴം കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ച് കേട്ടോ. അപ്പം ഞാനിവിടെ വെണ്ടയ്ക്ക എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനിയും വെണ്ടയ്ക്ക അരിഞ്ഞ് മെഴുക്ക് പുരട്ടാൻ വെച്ചിട്ട് തക്കാളി കറി വെക്കാം കേട്ടോ. അപ്പം ഇതാണ് വേണ്ട ഞങ്ങളുടെ ഒരു കൊച്ച് അലമാരി കേട്ടോ. ഇവിടെയാണ് നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ പെയിൻ്റ് അടിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും ഒന്നും എടുത്ത് നിരത്തി വെച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ടാണ് നമ്മൾ പെയിൻ്റ് അടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പെയിൻ്റ് അടിക്കാത്തത് അതുകൊണ്ടാണ് കേട്ടോ. ഈ വീട്ടിലെ ആൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പെയിൻ്റ് അടിച്ച് തരാമെന്ന്. അപ്പോൾ ഇത് പഴയ ഒരു വീടാണ്. അപ്പോൾ അവർ പറഞ്ഞു മഴ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും സാധനങ്ങളെല്ലാം പുറത്തിട്ട് കഴിയുമ്പോൾ എപ്പോഴാണ് കട്ടിലും എല്ലാം പിടിച്ചിട്ട് കഴിയുമ്പോൾ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പം ഞാനിനി പെയിൻ്റടി എല്ലാം കഴിയുമ്പോൾ ഞാനിവിടെ ഒക്കെ കാണിച്ചു തരാം, ഫുള്ള് കാണിച്ചു തരാമേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഷെയ്ഡുണ്ട്, അതിലെടുത്ത് വെച്ചിരിക്കുകയാണ്. ബാക്കി സാധനങ്ങളെല്ലാം അത്യാവശ്യം മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ അടുക്കള പാതകമാണിത് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ അടുക്കള. അപ്പം ഇവിടെ ഈ അടുപ്പൊക്കെ ഒത്തിരി പണ്ടത്തെ വീടാണ് കേട്ടോ. അപ്പം ഈ അടുപ്പൊക്കെ ഒത്തിരി പഴയ അടുപ്പുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടൈലിട്ടത് ഇതിന് മുന്നേ താമസിച്ച് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, ടൈലൊക്കെ ചെറുതായിട്ട് പൊട്ടിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വലിയ മത്തിയായിരുന്നു. ഇനിയും വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ട് സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മെഴുക്ക് പുരട്ടാനായിട്ട് വെക്കാം കേട്ടോ. അപ്പം ഞാൻ ചാരമൊക്കെ വാരി ഇട്ടിരിക്കുക കേട്ടോ. അതിന് കഞ്ഞിക്ക് വെള്ളം വെക്കണമല്ലോ, അതിന് വേണ്ടി. പിന്നെ ഞാനിത് പിച്ചാത്തിയും പക്കിടുമൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. കാരണം ഞാൻ എപ്പോൾ പിച്ചാത്തിയും പക്കിടും തപ്പി നടന്നാലും കിട്ടത്തില്ല. തപ്പി എനിക്ക് ലാസ്റ്റ് ദേഷ്യം വരും. ഞാനാണ് കൊണ്ട് വെക്കുന്നത്, പക്ഷേ അത്യാവശ്യത്തിന് തപ്പിയ 2 സാധനങ്ങളും കാണത്തില്ല കേട്ടോ. അത് കാരണം ഞാനിപ്പോൾ ഇതുപോണൊക്കെ ഇട്ട് വെച്ചേക്കും. എന്നിട്ട് ഞാനൊരു കറങ്ങും കേട്ടോ, ഓർക്കാതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അടുത്ത് തന്നെ പാതകത്തിൻ്റെ അടുത്ത് തന്നെ വെച്ച് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെന്ന് എടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും പിന്നെ ഇത് ഞാൻ കഞ്ഞി ഊറ്റാനുള്ള പാത്രം വെച്ചിരിക്കുക കേട്ടോ. കാരണം നമ്മൾ രാവിലെ ആണെങ്കിൽ മോക്കൊക്കെ ആണെങ്കിൽ സ്കൂളിൽ ചോറ് കൊണ്ടുപോകേണ്ട സമയത്ത് അരിയൊക്കെ ഇട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഊറ്റാനായിട്ട് എടുക്കാമല്ലോ. അപ്പോൾ അതൊക്കെ അത്യാവശ്യമുള്ളതെല്ലാം അടുത്തടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വെണ്ടയ്ക്ക അടുപ്പി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പുമൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയൊക്കെ കൊടുത്ത് ഒഴിച്ച് മൂപ്പിച്ചെടുക്കാവേ. അപ്പോൾ ഞാനത് ഇളക്കി എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളിക്കറിയും വെക്കണം, മീൻ കറിയും വെക്കാനുണ്ട് കേട്ടോ. അപ്പം വേണ്ട തക്കാളിക്കറിക്കുള്ള തക്കാളിപ്പഴവും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്ത് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അടുപ്പേ വെക്കാം കേട്ടോ. ഇപ്പോഴത്തെ തക്കാളിപ്പഴത്തിനൊക്കെയാണെങ്കിൽ ഭയങ്കര വേവാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ തക്കാളിപ്പഴത്തിൻ്റെ മണ്ട ഭാഗമാണ് വേഗം താമസം. അപ്പോഴത്തേക്ക് വേണ്ട നമ്മുടെ വെണ്ടയ്ക്ക എല്ലാം വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കിനി തക്കാളിപ്പഴത്തിനുള്ളത് കറിക്കുള്ളത് അരയ്ക്കാനായിട്ട് ഞാൻ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ എല്ലാം ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിപ്പഴവും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം തക്കാളിക്കറി
റെഡിയാകും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ മീനൊക്കെ വെട്ടി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ 2 കൂട്ടാനും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കടുക് താളിക്കണം കേട്ടോ. ഇത് മഞ്ഞപ്പൊടിയൊക്കെ ആവശ്യത്തിനുണ്ട്. എനിക്ക് തോന്നുന്നു വെട്ടത്തിൻ്റെ ആയിരിക്കും ഇങ്ങനൊരു കളറ്. കാരണം മഞ്ഞപ്പൊടിയൊക്കെ ആവശ്യത്തിനുണ്ട്. ഫോണിൽ വീഡിയോ പിടിക്കുന്നതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മിക്സിയുടെ ജാറും കഴുകി അതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കടുക് താളിക്കാം. മെഴുക്കുവരട്ടി ഇറക്കി വെച്ചിട്ടുണ്ട്. കടുക് താളിക്കാനായിട്ട് കടുക് പൊട്ടിച്ചു. അത് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി സവാള, ഇച്ചിരി കൊച്ചുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് മൂപ്പിച്ച് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു ശകലം മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് താളിച്ചൊഴിക്കാം കറിയിലേക്ക് കേട്ടോ. അപ്പോൾ തീ കുറച്ചിട്ട് വേണം നമ്മൾ നിർത്തിയിട്ട് വേണം നമ്മൾ ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാനില്ലേ പിന്നെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകല്ലോ. അതുകൊണ്ട് ഞാൻ നിർത്തിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം നമുക്കിത് പിന്നെയും കറിയിലേക്ക് താളിച്ചൊഴിക്കാം. ഞാൻ അപ്പോഴത്തേക്കുണ്ടല്ലോ കറിവേപ്പില എടുക്കാൻ മറന്നുപോയായിരുന്നു കേട്ടോ. ഇനി ഇത് താളിച്ചിട്ടിട്ട് വേണം പിന്നെ കറിവേപ്പില പോയി എടുത്തോണ്ട് വരാൻ. അപ്പോഴത്തേക്ക് നമുക്ക് വേണ്ട കുറച്ച് കാന്താരി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാന്താരിയൊക്കെ ഞാൻ എന്നാൽ ഓർത്തിനിയും കാന്താരി ഉപ്പിലിട്ട് വെക്കാമെന്ന്. കാരണം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാകുമല്ലോ. അപ്പോൾ ഉപ്പിലിട്ട് വെച്ചാൽ നമുക്ക് കഞ്ഞിയുടെ കൂടെ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നലെയും കുറച്ച് കാന്താരി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പറമ്പിൽ നിന്നതാണ്. അപ്പോൾ അങ്ങനെ ഇതാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു സ്വഭാവമുണ്ട് കേട്ടോ. എപ്പോൾ ചോറുണ്ടാലും 2ഉം 3ഉം കാന്താരി എടുത്ത് തിന്നുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കറിവേപ്പില പറിച്ചുകൊണ്ട് വന്ന് കറിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പോഴത്തേക്ക് ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് കഞ്ഞി വെള്ളമെല്ലാം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിനി മീൻ വെട്ടിയെടുക്കാം കേട്ടോ. നല്ല അടിപൊളി പരിഞ്ഞിലൊക്കെയുള്ള മീനാണേ. അപ്പം നമുക്കത് വെട്ടിയെല്ലാം എടുത്ത് വേണ്ട. ഞങ്ങൾ 4 പേർക്കുള്ള 4 മീൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ പുരട്ടി വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നല്ല പരിഞ്ഞിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാണ് പരിഞ്ഞിൽ, മത്തിയുടെ പരിഞ്ഞിൽ. ഇനിയിപ്പം നല്ല മത്തിപ്പരിഞ്ഞിൽ കിട്ടുമല്ലോ. അപ്പോൾ അതും എടുത്ത് ബാക്കി ഞാൻ കറിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ച് കേട്ടോ മീൻ. അപ്പം ഞാൻ ആ മത്തി വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. മത്തി വറുത്തെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പുറത്തേക്ക് മീൻ ഉള്ള അരപ്പും തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ വേണ്ട ഈ മത്തി മൂത്ത എണ്ണയിലോട്ട് തന്നെ ആ ചട്ടിയിലോട്ട് തന്നെ പരിഞ്ഞിൽ ഇട്ട് കൊടുത്ത് അതും അങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ ചോറ് കഴിക്കാൻ വന്നാലും നമുക്ക് മീൻകറി റെഡി ആയില്ലെന്ന് പറഞ്ഞാലും കുറച്ച് സമാധാനം ഉണ്ടല്ലോ. കാരണം കറിയും ഉണ്ട്, മീൻ വറുത്തതും മെഴുക്കുവരട്ടിയും കൂട്ടി നമുക്ക് ചോറ് കൊടുക്കാം. വേണ്ട ഇവിടെ ഇനി അരപ്പ് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാവേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കൊച്ചുച്ച വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേണ്ട നല്ല അടിപൊളി വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇനി എനിക്ക് ഉച്ച കഴിയുമ്പോഴത്തേക്ക് വേണ്ട ഇവിടെ നിൽക്കുന്ന കുറച്ച് പോച്ചയൊക്കെ പറിച്ച് കളയണം. മഴയൊക്കെ അല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കണം. അതാണ് എൻ്റെ ഉച്ച കഴിഞ്ഞിട്ടുള്ള പരിപാടികൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ. അപ്പം നിങ്ങളിൽ ഒരാളായിട്ട് എന്നെയും കൂട്ടുമല്ലോ. അപ്പം എന്താണ്ട് ഇത് കണ്ടോ, അടിപൊളി വെയിലാണ് കേട്ടോ. മേഘമൊക്കെ കണ്ടോ, നല്ല സൂപ്പർ, നല്ല ഭംഗിയാട്ടോ ഈ പ്രകൃതി കാണാൻ. ഇവിടെ നിന്ന് ഇവിടെ പ്രത്യേക ഒരു സന്തോഷം തരും മനസ്സിന് കേട്ടോ. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.